വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. എൻ്റെ പേര് അജിത് ശംഖുമുഖം. കേൾക്കുമല്ലോ, ശംഖുമുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ശംഖുമുഖത്തുകാരൻ. ഇനി ഞാനൊരു കഥ പറയാൻ പോവാട്ടോ. കഥയാണ്, ഒരു വലിയൊരു കഥ. ഒന്നും രണ്ടുമല്ല, 42 ജീവനുകൾക്ക് കൈകൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മീന്, അതിന് കൈകൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം ആ കഥ ഞാൻ തുടങ്ങുകയാണ്. 4 വർഷം കൊണ്ട് നടക്കുന്ന ഒരു കടൽ ജീവി, ലോകത്തിലെ ഏറ്റവും വലിയൊരു മീനുണ്ട്. ആ മീനിൻ്റെ പുറകെ നടന്ന ഒരു കടലുകൾ സ്നേഹിക്കാൻ കിട്ടിയ ഒരു കഥ പറയണമെന്ന് തോന്നി. ആ കഥകളുമായിട്ട് നിങ്ങളോട് കുറച്ചു നേരം. ശംഖുമുഖത്ത് എൻ്റെ മാമൻ്റെ വലയിൽ ഒരു ദിവസം ഒരു വലിയ മീൻ കുടുങ്ങുന്നു. അവരെന്നെ വിളിക്കുകയാണ്, ഒന്ന് വരണം, കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാണാം, ഒരു വലിയ മീന് വല നിറയെ കിടക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, അന്ന് ആ മീനിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ എല്ലാം നോക്കിയപ്പോൾ കാണാം, എനിക്ക് അങ്ങനെ ഒരു സേതു ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ സാധിച്ചു. WTI, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ. പിന്നെ അതിനുശേഷം ഈ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മറൈൻ പ്രൊജക്ടിൻ്റെ ഹെഡ് സാജൻ ജോൺ, ഓഷൻ ബയോളജിസ്റ്റാണ്. അദ്ദേഹവുമായിട്ട് കൂട്ടുകൂടാൻ സാധിച്ചു. അങ്ങനെ കൂടിയായിട്ട് ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, ഇനി വെയിൽ ഷാർക്കുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാമെന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം യാത്ര തുടങ്ങി. 1 2 34, ഇപ്പം ഏതാണ്ട് 42 വെയിൽ ഷാർക്കിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ഇവർക്കെല്ലാം ഞങ്ങൾ ഈ വല, അവർക്ക് വല നഷ്ടപ്പെടുമ്പോൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് 25,000 രൂപ കൂടി ഉള്ളത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി എൻ്റെ പെറ്റായ വെയിൽ ഷാർക്കിനെ കുറിച്ച് 2 വാക്ക് പറയണ്ടേ. വെയിൽ ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. കാരണം തീരത്തത് വന്നാൽ അത് തിരികെ വിടാതെ ഞാൻ പോവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തീരത്തുള്ള ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്, വട്ടനെന്ന് പറഞ്ഞിട്ടുണ്ട്, കിറുക്കനെന്ന് പറഞ്ഞിട്ട്. ആ ഭ്രാന്തൻ എന്ന് 42 വെയിൽ ഷാർക്കിനെ രക്ഷപ്പെടുത്തി വിട്ടിരിക്കുക കേട്ടോ. അഭിമാനമാണ്. അവ ഇന്ന് സന്തോഷത്തോടെ കടലിൽ കൂടി അങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പം ഈ ലാസ്റ്റ് വർഷം ഉണ്ടായത് ഒരു ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. ഈ പോകുന്ന 3-ാം തീയതിയാണ് ഞാൻ ഇവിടെ എത്തിയത്. 3-ാം തീയതി രാവിലെ ഞാൻ ലക്ഷദ്വീപ് അകത്തിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ കോള് വന്നു, വെയിൽ ഷാർക്കുകൾ ഞങ്ങളുടെ തീരത്തെത്തിയെന്ന്. നോക്കിക്കോളാം, ബന്ധം വെയിൽ ഷാർക്കിനും അജിത് ശംഖുമുഖം ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് വന്നു. പിറ്റേന്ന് തന്നെ ഞാൻ ഒരു വെയിൽ ഷാർക്കിനെ 12 മണിക്കൂർ ഏറ്റവും പാടുപെട്ട് രാവിലെ 6 മണിക്ക് കയറിയ വെയിൽ ഷാർക്കിനെ വൈകുന്നേരം 6:30 തിരികെ വിട്ടു. ഓർക്കണം, കൊച്ചുവേളി ഇടവകയിലുള്ള ജനങ്ങൾ മൊത്തം നിന്ന് പോയ വെയിൽ ഷാർക്ക് തിരികെ വന്നു. കേൾക്കണം, മാധ്യമപ്രവർത്തകരെല്ലാം കാത്തു നിൽക്കുന്നു. ഞാൻ വാർത്തയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വെയിൽ ഷാർക്ക്, ഞങ്ങൾ പറഞ്ഞു വിട്ട വെയിൽ ഷാർക്ക് തിരികെ വരും. വളരെ പ്രയാസമുണ്ടാക്കിയത്. അപ്പോൾ വെയിൽ ഷാർക്ക് ഉടനെ തന്നെ ഞാൻ നമ്മുടെ മറൈൻ പ്രൊജക്റ്റായ സജൻ സാറിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ അതിന് വയ്യാതാവാം, അല്ലാതാകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ സയൻറ്റിസ്റ്റ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടി വരും. എൻ്റെ നിഗമനങ്ങളും ഫിഷർമാൻ എന്നുള്ള നിലയിലും ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ നിലയിൽ നിന്ന് പറയാം. എന്നൊക്കെ വെയിൽ ഷാർക്കുകൾ കരയിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ, കടലിൽ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കള്ളക്കടലുണ്ടായി. ഈ പ്രാവശ്യം അത് എന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വെയിൽ ഷാർക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് നിനക്ക് ഇങ്ങനെ ഇത്? എനിക്കറിയില്ല കേട്ടോ. പ്രകൃതി ആ ഒരു ജീവൻ ആർക്കും അറിയില്ല. ഇതിന് പല്ലുകളില്ല. നിങ്ങൾക്കറിയോ, പല്ലുകളില്ല, കടിക്കില്ല, ഒരാൾ ഉപദ്രവിക്കില്ല. അതിൻ്റെ വാല് മാത്രം നമ്മൾ സൂക്ഷിക്കണം. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് രക്ഷപ്പെടുന്നത്. നമ്മുടെ വോൾവോ ബസ്സിൻ്റെ നീളം വലുപ്പമുള്ള ഈ വെയിൽ ഷാർക്കുകൾ ഇവിടെ വരുമ്പം ലോകത്തൊരിടത്തുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തൊരിടത്തും വെയിൽ ഷാർക്കുകൾ കരയിൽ വരുന്നില്ല. വലയിടുമ്പോഴത്തേക്ക് കടലിൽ വെച്ച് രക്ഷപ്പെടുത്താൻ എളുപ്പം. പക്ഷേ ഈ കൂറ്റൻ സാധനം കരയിൽ വരുമ്പോൾ ഈ തിരമാലകളെ മുറിച്ച് കടത്തിവിടണമെന്നുണ്ടെങ്കിൽ വലിയൊരു കഴിവ് വേണം. ഈ വരുന്ന ജനസമൂഹങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഇവരെയെല്ലാം കൂട്ടായി നിന്നുകൊണ്ട് ഞാൻ കരയിൽ നിന്നാൽ ശരിയാവില്ല. ഞാനും അവരോടൊപ്പം കടലിൽ ചാടി എൻ്റെ കൈയും കാലുകളും മുറിഞ്ഞും ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഈ വെയിൽ ഷാർക്ക് ഏറ്റവും അനുഭവത്തിനുണ്ടായത് പുത്തൻതോപ്പ് തീരത്ത്
കയറി. ഞാൻ അറിയുന്നു അവർ തിരികെ വിട്ടെന്നറിഞ്ഞു. ഞാൻ രാത്രി ഒരു വൈകുന്നേരം ഒരു 3 മണിയായപ്പം ഞാൻ ഇവർക്ക് കൊടുക്കാനുള്ള ക്യാഷിന്റെ പേപ്പർ വാങ്ങിക്കാൻ ചെന്നപ്പോൾ വെയിൽ ഷാർക്ക് കരയിൽ കിടക്കുന്നു. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം പറയുകയാണ് ഈ വെയിൽ ഷാർക്ക് മരിച്ചുപോയെന്ന്. ഞാൻ പതുക്കെ അതിനടുത്ത് പോയി നിന്നു. ആ വെയിൽ ഷാർക്കിനടുത്ത് പോയപ്പോൾ തന്നെ അതിന്റെ വാലിന്റെ മൂവ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ജീവനുണ്ടെന്ന്. ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്തുകൊണ്ട് ഞാൻ അവനെയും തിരികെ വിട്ടു. പറഞ്ഞാൽ കഥകൾ തീരില്ല, അനുഭവങ്ങളുടെ നിറകുടം ഒരുപാടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി എൻ്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫിഷർമാൻ എന്നോട് ചോദിച്ചതാണ്, ഇതിനെ വിട്ടാൽ എനിക്ക് എത്ര തരുമെന്ന്. ഞാൻ അയാളോട് ചോദിച്ചു, ഇതൊരു മനുഷ്യജീവനായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. നിങ്ങൾക്കറിയോ, ഈ വെയിൽ ഷാർക്കുകളെ തിരികെ വിട്ടാൽ ഇത് ടൺ കണക്കിന് കഴിച്ച് ഇത് തൂറിയാൽ മാത്രമേ കടലിൽ വളമാകത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആര് ജീവിച്ചിരിക്കണം? ഇതുപോലുള്ള മീന്. ചൂട് സമയത്ത് മാത്രം നമ്മുടെ തീരങ്ങളിൽ വരുന്ന വെയിൽ ഷാർക്കുകളുടെ ഒരുപാട് പേരുകളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് പേരുകൾ എനിക്ക് പിടിക്കുന്നത്. ഇപ്പോൾ സ്രാവുകളുടെ സംരക്ഷകൻ, സ്രാവുകളുടെ കളിത്തോഴൻ, സ്രാവുകളുടെ രക്ഷകൻ. അഭിമാനമല്ലേ ജീവിതത്തിൽ കിട്ടിയ പൈസകളെക്കാളും. ഞാൻ ഇവിടുന്ന് പോയാലും എന്നെ അടയാളപ്പെടുത്തലുകൾ ലോകത്തിന് ഉണ്ടായിരിക്കും. കാരണം 1-2 23 വെയിൽ ഷാർക്കുകളെ നേരിട്ട് രക്ഷപ്പെടുത്താനുള്ള ഇത് എൻ്റെ കൈപിടത്തിൽ കൂടി 43 വെയിൽ ഷാർക്കുകളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതിനെന്നെ കൂടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ആര്? WTAയുടെ സാജൻ ജോൺ സർ, അതേപോലെ തന്നെ മറൈൻ പ്രൊജക്റ്റിൻ്റെ ഹെഡായ സേമന്തി, അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ ഇതുകൊണ്ട് ഈ കടപ്പുറത്തുകാരനായി ഈ മത്സ്യത്തൊഴിലാളി അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. വെയിൽ ഷാർക്കുകളുടെ രക്ഷകനായി, വെയിൽ ഷാർക്കുകളുടെ തോഴനായി. ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് സംസാരിച്ചാൽ പറഞ്ഞോട്ടെ, കഥകൾ ഒരുപാട്. ഈ 22 വെയിൽ ഷാർക്കുകളെ രക്ഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതിനുമപ്പുറം. ഒറ്റയാൾ പോരാട്ടത്തിന്റെ കൂടെ എൻ്റെ കൂടെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന വലിയൊരു എന്താ പറയുക കരുത്ത്. അജിത് ശംഖുമുഖം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു ടീം വർക്ക്. ഈ ടീം വർക്കിന്റെ വിജയമാണ് വെയിൽ ഷാർക്കുകളെ കേരള തീരത്തു നിന്നും തിരികെ വിടുക എന്നുള്ള ദൗത്യം. അപ്പൊ ഇനിയും ദൗത്യനുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ പ്രിയപ്പെട്ട അജിത് ശംഖുമുഖത്തിനൊപ്പം ഷാഹി ഇഫക്റ്റ്. ഓക്കെ മതിയല്ലോ.